സിറാജ് എജുവേ ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട പുതിയ വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. സാറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സാർ ഇപ്പോൾ എജുവേ ഉദ്ഘാടനം ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പം കരിയർ രംഗത്തൊക്കെ വലിയ ആശങ്കകൾ നിൽക്കുന്ന ഒരു കാലത്ത് മാധ്യമ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ളൊരു കരിയർ ഇവൻറ്റുകൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം അങ്ങനെയാണ് അങ്ങ് കാണുന്നത്. അതാണ് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത്. മാധ്യമങ്ങൾ വിവിധ തരത്തിലുള്ള സാമൂഹ്യ ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പീരീഡ് SLC ഫലം വന്നു, 26-ന് +2 ഫലം വരുന്നു. അത് കഴിഞ്ഞാൽ +2 ഫലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രി അഡ്മിഷനായി. ഇങ്ങനെയൊക്കെയുള്ള റിസൾട്ടുകൾ വരുന്ന പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്ന അധ്യയന വർഷത്തിൻ്റെ ഒരു തുടക്കത്തിൽ ഇത്തരം ഒരു കരിയർ ഗൈഡൻസ്, ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇതൊക്കെ കുട്ടികൾക്ക് ഏറെ പ്രയോജനകരമാണ്. നിരവധി കോഴ്സുകളുണ്ട്, നിരവധി ഉന്നത പഠനത്തിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിൽ തൻ്റെ അഭിരുചിക്കനുസരിച്ച് അത് ഏത് കോഴ്സാണെന്ന് തിരഞ്ഞെടുക്കാനും അതുപോലെ തന്നെ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ ഈ സമയത്ത് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ, വിദ്യാർത്ഥികളുടെ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത് ഏറെ പ്രയോജനപ്രദമാണ്. അത് പത്രങ്ങൾ നിർവഹിക്കുന്ന വലിയൊരു സാമൂഹ്യ ധർമ്മമാണ്. അതിന് ഞാൻ സിറാജിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ സാറിപ്പോൾ മന്ത്രിയായിട്ട് വരുന്നത് ആയിരക്കണക്കിന് കുട്ടികൾ പിന്നെ 10ാം ക്ലാസ് പൂർത്തിയായിട്ട് ഉപരിപഠനത്തിനുള്ള അവസരം നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാലോ, ധാരാളം A+കൾ, ഇത്തവണ A+ൽ ഒരല്പം കുറവുണ്ടെങ്കിൽ പോലും ഉപരിപഠനത്തിന് ധാരാളം കുട്ടികൾ ഇപ്പോൾ അവസരം നേടുന്നുണ്ട്. പക്ഷെ വേണ്ടത്ര സീറ്റുകളില്ല എന്നുള്ള ആക്ഷേപങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം കൂടിയാണത്. എങ്ങനെയാണ് ഇത്തവണ സീറ്റുകളുടെയൊക്കെ കാര്യത്തിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാനൊക്കെയുള്ള തീരുമാനങ്ങൾ, ആലോചനകൾ നടന്നിട്ടുണ്ടോ? അല്ല, അതാണ് ഞങ്ങളുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് 4-5 ദിവസമേ ആയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മേജർ ഇഷ്യൂ ആണ്, അതിൽ തർക്കമില്ല. നമ്മുടെ ചില ജില്ലകളിൽ ആവശ്യത്തിന് സീറ്റുകളില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് സീറ്റുകൾ, ബാക്കിയുള്ള സീറ്റുകളൊക്കെ കുറവുള്ളിടത്തേക്ക് കൊടുത്ത്, എന്നിട്ടും പോരായ്മ ഉണ്ടെങ്കിൽ പുതിയ ബാച്ചുകൾ അനുവദിച്ച് ഒക്കെ മുന്നോട്ട് പോകണമെന്നാണ് ഇതിനുള്ളൊരു ശാശ്വതമായ പരിഹാരം. ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ SSLC പാസ്സാകുന്ന കുട്ടികൾക്ക് ആ വിദ്യാഭ്യാസ ജില്ലയിൽ തന്നെ +1-ന് സീറ്റ് ഉണ്ടാവണം, അതിലേക്ക് എത്തിക്കണം. പക്ഷെ അത് ഈ ഒരു കൊല്ലം പെട്ടെന്ന് എത്തിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്തവണ നിലവിലുള്ള അഡീഷണൽ ബാച്ചുകളുണ്ട്, ഒരു 350ഓളം അഡീഷണൽ ബാച്ചുണ്ട്. ഈ അഡീഷണൽ ബാച്ചും നമ്മുടെ നിലവിലുള്ള സീറ്റും അതുപോലെ തന്നെ മാർജിനൽ ഇൻക്രീസും എല്ലാം ചേർത്ത് ആദ്യം തന്നെ ആ നടപടികൾ ആരംഭിക്കും. ഒരു ഘട്ടം കഴിഞ്ഞിട്ടല്ല അഡീഷണൽ ബാച്ച് കൊടുക്കുക, അഡീഷണൽ ബാച്ച് കൂടി ഉൾപ്പെടുത്തി അലോട്ട്മെൻറ്റ് നടത്തും. അത് കഴിഞ്ഞിട്ടും സീറ്റുകളുടെ കുറവുണ്ടെങ്കിൽ അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ അപ്പോൾ തീരുമാനിക്കും. ഒറ്റ കാര്യം കൂടി, ഇപ്പം വിദ്യാഭ്യാസ രംഗത്ത് നിരന്തരം പരിഷ്കാരങ്ങൾ വരേണ്ട ഒന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധിയായ വിവാദങ്ങളൊക്കെ ഉയർന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ പരിഷ്കാരം എന്തായിരിക്കും നമ്മൾ UDF സർക്കാരിൽ നിന്ന് പുതുതായിട്ട് പ്രതീക്ഷിക്കേണ്ടത്? നമ്മുടെ വിദ്യാഭ്യാസത്തെ ശാക്തീകരിക്കുക, അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, അതിന് ആണ് ഏറ്റവും പ്രാമുഖ്യം നൽകുക. പിന്നെ വിശദാംശങ്ങൾ ഞങ്ങൾ അതിന് വേണ്ട ചില ഒരു സിറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയാൻ പറ്റും. ഇപ്പോൾ സ്കൂൾ തുറക്കുകയാണ്, 1-ാം തീയതി. പുസ്തകങ്ങളുടെ അച്ചടിയൊക്കെ പൂർത്തിയായോ? എങ്ങനെയാണ് അതിൻ്റെ കാര്യം? ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ഞങ്ങൾ ഇതേപോലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയൊരു സംഗതി അതാണ്. ഓരോ ദിവസവും അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. 3.5 ലക്ഷം പുസ്തകങ്ങൾ ഒരു ദിവസം KPBSൽ നിന്ന് പുറത്തേക്ക് പോകണം. അത് പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ അവിടെ ഉദ്യോഗസ്ഥരെ നിർത്തിയിട്ടുണ്ട്. ഇന്നലെയും പോയിട്ടുണ്ട്, ഇന്നും ആ 3.5 ലക്ഷം പോകണം. അങ്ങനെ പോയാലേ 1-ാം തീയതിക്ക് മുമ്പ് എല്ലാവർക്കും പുസ്തകം കിട്ടും. ഞങ്ങളെ ഷെഡ്യൂൾ പ്രകാരം 29-ാം തീയതിയോടുകൂടി സ്കൂളുകളിലെല്ലാം പുസ്തകം എത്തും. ഓക്കെ, താങ്ക് യു. ക്യാമറമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ശിഹാബ്, സിറാജ് ലൈവ്. waytonikah.com, the exclusive Muslim matrimonial site.